ക്രിക്കറ്റ് പരമ്പരയ്ക്ക് പെൺകുട്ടികളെ പരിശീലിപ്പിക്കാനെത്തിയ കോച്ചിന്റെ പീഡന പരമ്പരയെക്കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണിനി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ പരിശീലകനായിരുന്ന മനുവിനെതിരെ 6 പെൺകുട്ടികളാണ് പീഡന പരാതി നൽകിയത്. പരിശീലനത്തിന്റെ മറവിൽ ഇയാൾ ഒട്ടേറെ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതാണ് വിവരം. ക്രിക്കറ്റ് സെലക്ഷനായി BCCIക്ക് ശരീരഘടന വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കി പീഡിപ്പിച്ചത്. പോക്സോ നിയമപ്രകാരമുള്ള 6 കേസുകളിലും പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ പരിശീലകനായിരുന്ന മനു കോച്ചിങ്ങിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത ഒട്ടേറെ പെൺകുട്ടികളെ ചൂഷണം ചെയ്തെന്നാണ് വിവരം. തെങ്കാശിയിൽ ക്രിക്കറ്റ് ടൂർണമെന്റിന് കൊണ്ടുപോയി അവിടെയുള്ള ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചതായും നഗ്നചിത്രങ്ങൾ പകർത്തിയതായും പെൺകുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. 1.5 വർഷം മുൻപ് ഇയാൾക്കെതിരെ ഒരു പെൺകുട്ടി പീഡന പരാതി നൽകിയിരുന്നു. തുടർന്ന് പ്രതി അറസ്റ്റിലാവുകയും ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പരാതിക്കാരി പിന്നീട് മൊഴി മാറ്റിയതോടെ മനു കേസിൽ കുറ്റവിമുക്തനായി. ഇതോടെ പ്രതി ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലകനായി ജോലിയിൽ തിരികെ കയറി. 3 ആഴ്ച മുൻപ് KCA സംഘടിപ്പിച്ച പിങ്ക് ക്രിക്കറ്റ് ടൂർണമെന്റിനെയാണ് മനുവിനെതിരെ പുതിയ പരാതി വന്നത്. പരിശീലനത്തിന്റെ മറവിൽ മനു ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പെൺകുട്ടികളുടെ പരാതിയിൽ പറയുന്നു. ഇതിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ കൂടുതൽ പെൺകുട്ടികൾ ഇയാൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ക്രിക്കറ്റ് സെലക്ഷനായി BCCIക്ക് ശരീരഘടന വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കിയിരുന്നത്. നിരന്തരം ഇത്തരം നഗ്നചിത്രങ്ങൾ വാങ്ങി പ്രതി മൊബൈൽ ഫോണുകളിൽ സൂക്ഷിച്ചിരുന്നു. ഇയാൾ ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ നെറ്റ് പ്രാക്ടീസിനിടെ ശരീരത്തിൽ മോശമായി സ്പർശിക്കുന്നതും പതിവാണെന്നും പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.